എനിക്ക് ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു കൾട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അവിടെ എന്താ വെച്ചാൽ പെരുമാട്ടുകാളി എന്ന് പറയപ്പെടുന്ന ഒരു പുലയ സ്ത്രീ. പുരാണത്തിൽ എവിടെയാണ് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചരിത്രവും അവരെ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്? കോഴിയെ കടിച്ചു വലിക്കുന്ന ഈ പറഞ്ഞ പിന്നോക്കക്കാരന്റെ വിഷ്ണുമൂർത്തിയും ഈ കേരളത്തിൽ തന്നെയുള്ളത്. വ്യത്യസ്ത സമുദായങ്ങളിൽ വന്നൊരു വ്യക്തിയുടെ സമുദായം സമൂഹം നിശ്ചയിക്കുന്നു എങ്കിൽ അതിന്റെ മാനദണ്ഡവും അവര് പറയാം. സന്യാസിമാർക്ക് പോലും ജാതിയും ആചാര സമ്പ്രദായ വ്യത്യാസങ്ങളും വിട്ടുനിർത്തലാണോ ഭിന്നിപ്പിക്കൽ, വിട്ടുനിർത്തിയത് സൂചിപ്പിക്കലാണോ ഭിന്നിപ്പിക്കൽ, പറയുന്നതാണ് ഭിന്നിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റമാണ്. ക്ഷേത്രങ്ങളൊക്കെ ബ്രാഹ്മണവൽക്കരിക്കല്ല വേണ്ടത്. അവർ ഉദ്ദേശിക്കുന്ന വ്യവസ്ഥ മാത്രം മതി. അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതായിരിക്കുന്ന സംവിധാനമാണ് ഹിന്ദു എന്ന് വരണം. ആരാണ് ഭക്തർ എന്ന് പോലും നമ്മളുടെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ അറിയാത്തതിന് അന്വേഷിക്കണം. അറിവില്ല എന്ന് അറിയുന്നതാണ് അറിവ്. ജനാധിപത്യ രാജ്യത്ത് ദേവസ്വം ബോർഡ് വിരിച്ചു വിട്ടാൽ ചണ്ടാളബാബയെ പോലുള്ളവരൊക്കെ അതിൽ പുറത്തു പോകും. എനിക്ക് ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു കൾട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അവിടെ എന്താ വെച്ചാൽ പെരുമാട്ടുകാളി എന്ന് പറയപ്പെടുന്ന ഒരു പുലയ സ്ത്രീ. അവരെ അനന്തം കാട്ടിൽ നമ്മൾ സ്വതവേ എന്താ വെച്ചാൽ ഈ പുലയ സമുദായങ്ങളൊക്കെ വലിയ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കൊന്നുമില്ല. ഒരു കല്ലോ മരത്തിന്റെ ചോട്ടിലോ ഒക്കെയാണ് ആരാധിക്കൽ. മരിച്ചുപോയ പിതൃക്കളൊക്കെയാണ് ആരാധിക്കാൻ വലിയൊന്നുമില്ല. ഇതിൽ വെച്ച് വെക്കുക, പടുക്ക വെക്കുന്ന പോലെ പരിപാടിയാണ്. വർഷത്തിലൊരിക്കൽ കൊടുതിയൊക്കെ ഉണ്ടാവും. ഇതാണ് രീതി. അപ്പൊ അങ്ങനെ പെരുമാട്ടുകാളി ഒരു എന്താ പറയുക അന്തിത്തിരിയും കത്തിച്ച് പോയിരുന്നൊരു സ്ഥലം മാത്രമാണത്. അപ്പൊ എന്തായാലും അവിടെ നിവേദ്യം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ പെരുമാട്ടുകളുടെ വീട്ടിൽ നിന്ന് ചിരട്ടയിൽ കിട്ടിയ അച്ചാറാണ് കൊണ്ടുപോയി വെക്കുന്നത്. അത് ഇപ്പോഴും പത്മനാഭന് ആ ചിരട്ടയിൽ അച്ചാർ വെക്കുന്ന രീതിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതോട് ടച്ച് ചെയ്താ. പക്ഷെ എന്നാൽ പോലും പെരുമാട്ടുകാളിയും പുലയന്റെയും പേര് പറയില്ല. ഈ നാടിന്റെ ദേവതകളെല്ലാം തന്നെ അവിടെ വിഷ്ണു സങ്കല്പം തന്നെയായിരുന്നു. അല്ല, അവിടെ സ്വതവേ പറയുന്ന വെച്ചാൽ അവിടെ ഈ പറയുന്ന ആദിശേഷൻ അല്ലെങ്കിൽ ഈ ഭഗവാൻ പരമേശ്വരൻ നല്ലച്ഛൻ, ഈ പുലയരൊക്കെ വെച്ചാൽ നല്ലച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ ഇത്തരം സമ്പ്രദായക്കാരാണ്. ഈ ഒരു കൾട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ അനന്തൻ, ഈ ആദിശേഷ സങ്കല്പം, ഭഗവാന്റെ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട സങ്കല്പം, ഭഗവാൻ സങ്കല്പമാണ്, ശിവസങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിന്റെ മുകളിലേക്ക് ഈ അനന്തപത്മനാഭനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷ്ണുവിനെ ചേർത്ത് വെച്ചതാണ് എന്ന അഭിപ്രായം ഉണ്ട്. ചണ്ടാളബാബ അങ്ങനെ പറയുന്നത്, അങ്ങനെയാണെന്ന് പറയുന്നില്ല. കാരണം നമ്മളല്ല അത് പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ പുലയരുടേതായിരിക്കുന്ന ആദിശേഷനോ അല്ലെങ്കിൽ പരമശിവനോ സങ്കല്പത്തിലെ സർപ്പസങ്കല്പത്തിന്റെ മുകളിൽ അത് വൈഷ്ണവീകരിക്കുകയായിരുന്നു എന്നതാണ് ഇവരുടെ വിശ്വാസം. അത് വൈഷ്ണവീകരിച്ചു. അത് ശൈവത്തെ പിന്നീട് വൈഷ്ണവീകരിച്ചാണ്. അവിടുത്തെ ഒരു ശൈലിയുടെ ഭാഗമാണ് കേട്ടോ. അല്ല, പുലയർ എല്ലാവരും ശൈവരാണെന്നല്ല. എന്നാലും ശൈവ പാരമ്പര്യം ഉണ്ട്. ഇപ്പോൾ വള്ളുവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശൈവ പാരമ്പര്യം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ദ്രാവിഡ ദേശത്തിൽ ഏറ്റവും പ്രബലമായിരുന്ന ഒരു ദർശനമാണ് ശൈവ ദർശനം. ശൈവ സിദ്ധന്മാരൊക്കെ അപ്പൊ അങ്ങനെ ആക്കിയതെന്നാ പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മളൊരു കോൺട്രഡിക്ഷനായിട്ട് നമ്മളൊരു വിവാദമാക്കാൻ വേണ്ടി പറയല്ല. ഇതിൽ വിവാദം ഉണ്ടാക്കുകയും വേണ്ട. ഈ പറയപ്പെടുന്നത് വെച്ച് നോക്കിക്കൊണ്ട് ഇവർ അപ്പോൾ ഹിന്ദു ധർമ്മത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇവർ ശ്രേഷ്ഠരാണെന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ ചേർത്ത് നിർത്താനാ പറയുന്നത്. ചേർത്ത് നിർത്തേണ്ടത് ഇവരെ മാറ്റിക്കൊണ്ടാവരുത്, ഇവരെ മഹത്വം മനസ്സിലായിക്കൊണ്ട. അല്ല, അവിടെ ജാതി മാത്രമല്ലല്ലോ. ഈ ദൈവങ്ങളെ നോക്കുമ്പോൾ ഈ ദൈവങ്ങൾ, ഇത്തരത്തിലുള്ള ദൈവങ്ങൾ ശ്രേഷ്ഠരും മറ്റുള്ള ദൈവങ്ങൾ ശ്രേഷ്ഠരല്ലാതെയും പോകുമ്പോഴാണ് വിഷയം വരുന്നത്. അവിടെ ജാതി മാത്രമല്ല, ജാതിയിലുള്ള ആളുകൾ മാത്രമല്ല ശ്രേഷ്ഠരും അശ്രേഷ്ഠരുമായി മാറുന്നത്. അവിടെ ദൈവങ്ങളും വിശ്വാസങ്ങൾ മുഴുവൻ. അതെ, അവരുടെ ഇപ്പം വിഷ്ണുവും ശിവനും ഒക്കെ ബ്രാഹ്മണിക്കൽ രീതിയിലേക്ക് വരുമ്പോൾ അത് ശ്രേഷ്ഠമായിട്ടുള്ള ദൈവങ്ങളും ഇപ്പുറത്ത് പുലയന്റെയും ബാക്കി ഗോത്രക്കാരുടെയൊക്കെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അത് മോശമായിട്ടുള്ള ദൈവത്തെക്കാൾ മോശം. ഞാൻ അപ്പുറം മോശമില്ല. ഇവിടെയാണ് വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ബ്രാഹ്മണിക്ക് ദൈവത്തെ നമ്മൾ കേരളത്തിൽ തന്നെ എല്ലാ നാടും കാണാത്തുണ്ടാകും. വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞൊരു തെയ്യമാണ് വിഷ്ണുമൂർത്തി തെയ്യം. കോഴിയെ കടിച്ചു വലിക്കുന്ന വിഷ്ണുവിന് കോഴിയിറച്ചി കൊടുക്കണം എന്നല്ല അതിന്റെ അർത്ഥം. കോഴിയെ കടിച്ചു വലിക്കുന്ന ഈ പറഞ്ഞ പിന്നോക്കക്കാരന്റെ വിഷ്ണുമൂർത്തിയും ഈ കേരളത്തിൽ തന്നെ ഉള്ളത്. പക്ഷെ എല്ലാവർക്കും അറിയില്ല. ആ വിഷ്ണുമൂർത്തിയാണ് പിന്നീട് മറ്റൊരു വിഷ്ണുവായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് വേദത്തിലെ വിഷ്ണു അല്ല ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ ജനത മാത്രമല്ല, ജനതയുടെ ദൈവങ്ങളും ഇവിടെ സംസ്കാരങ്ങളും ഒക്കെ മോശമാണ് എന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല അത് കൊണ്ടു നടക്കുകയും ചെയ്തിട്ട് പറയുകയാണ്. ഇതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് വരികയാണ്. ഈ നമ്മൾ ഈ പറഞ്ഞൊക്കെ ബ്രാഹ്മണന്റെ മഹത്വമാണെങ്കിൽ ശ്രേഷ്ഠം, ചണ്ടാളബാബ ശ്രേഷ്ഠനായ ഹിന്ദുവായി മാറും. എന്നാൽ ചണ്ടാളബാബ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചണ്ടാളബാബ ജാതിവാദി, ചണ്ടാളബാബ ഇന്ന സമുദായമായതുകൊണ്ടാണ്. ചണ്ടാളബാബയുടെ സമുദായം പോലും എങ്ങനെയാണ് അവർ നിശ്ചയിക്കുന്നത് നമുക്ക് അറിയില്ല. സമുദായം നിശ്ചയിക്കണമെങ്കിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെയും സമുദായം ഒരു സമുദായമായിരിക്കണം. വ്യത്യസ്ത സമുദായങ്ങളിൽ വന്നൊരു വ്യക്തിയുടെ സമുദായം സമൂഹം നിശ്ചയിക്കുന്നു എങ്കിൽ അതിന്റെ മാനദണ്ഡവും അവര് പറയണം. ഉത്തരവാദിത്തം അവർക്കും ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇതിവിടെ പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പൊ സന്യാസി സംഗമം എന്തോ സന്യാസി സന്ദേശയാത്ര നടക്കുന്നുണ്ട്. ഈ സന്യാസി സന്ദേശയാത്രയിൽ ഒരു പുലയ കുറയാന്ന് തുടങ്ങുന്ന ഒരു ആദിമ ജനതയുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട സന്യാസിമാരെ പങ്കെടുപ്പിച്ചിട്ടില്ല. അവരില്ല.
ഇലക്ഷൻ വന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് പോലും അറിയാം, ഇവിടുത്തെ ചാനലിന്റെ രോഹിത്ജി നമ്മളെ കാണുന്നത് അങ്ങനെയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട സന്യാസ സംഗമത്തിന് ചണ്ടാളവയെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് തേക്കങ്കാട് മൈതാനത്തിൽ വെച്ച് ശക്തമായി പറയും ചെയ്തു, ചണ്ടാളവ് മുന്നോട്ട് വെച്ച സന്യാസ പാരമ്പര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി മുതൽ ഒരു സന്യാസ പാരമ്പര്യം ഞങ്ങളുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നുള്ളത്. ചണ്ടാള ബാബയെ ക്ഷണിക്കണ്ട. ചണ്ടാളവ് മുന്നോട്ട് വെച്ച ചണ്ടാളവ് പറഞ്ഞ സന്യാസ പാരമ്പര്യം എപ്പോഴും ഉണ്ട്. അതേതൊക്കെ സന്യാസ പാരമ്പര്യം? നമ്മളിവിടെ വെച്ചാൽ ആദിമാർഗി എന്ന് തുടങ്ങുന്ന നാമത്തോടുകൂടി അവസാനിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആശ്രമത്തിൽ ഫോളോ ചെയ്ത് പോകുന്ന സന്യാസിമാരുണ്ട്. ഒരു ആദിമാർഗ പാരമ്പര്യത്തിലാണ്. കൂടാതെ കേരളത്തിന്റെ വിവിധ ആചാര്യന്മാർ ഫോളോ ചെയ്യുന്ന രീതികളുണ്ട്. നമ്മുടെ സന്യാസിമാർക്ക് നീല വസ്ത്രം കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊരു അറിഞ്ഞിട്ടില്ല, അവിടെ ഒരു ധർമ്മ സന്ദേശ യാത്ര നടക്കുന്ന അറിഞ്ഞിട്ടില്ല. അപ്പൊ സന്യാസിമാർക്ക് പോലും ജാതിയും ആചാര സമ്പ്രദായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷഭേദം കാണിച്ചു. എന്നിട്ട് ഇവർ ഹിന്ദു ധർമ്മം ഉദ്ധരിക്കാൻ പോവുകയാണ്. ഇവരുദ്ധരിക്കുന്നത്, നമ്മളിപ്പോ ഒന്ന് എറണാകുളത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റർ ഉണ്ട്, സന്യാസിമാരുടെ പെയിന്റിംഗ് ആണ് അതിന് വെച്ചിരുന്നത്. അതിൽ പൂണൂലിട്ട സന്യാസിയുണ്ട്, മറ്റുള്ളവർക്ക്. അപ്പോൾ പൂണൂൽ ഉപേക്ഷിച്ച സന്യാസി അല്ല, പൂണൂലിട്ടാലും സന്യാസിമാർ അംഗീകരിക്കും. എന്നാൽ ആ ഒരു ദർശനത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സന്യാസിമാരെ ഇവിടുത്തെ മുഖ്യധാര സന്യാസി സംഘടനകളൊന്നും തന്നെ അംഗീകരിക്കുന്നത്. അപ്പൊ ഇവരുടെ സന്യാസം എന്താണ്? ഇവരുടെ സന്യാസം വർണ്ണാശ്രമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സന്യാസമാണ്, ഹിന്ദു സന്യാസം അല്ല. നമ്മൾ കഴിക്കണമെന്നല്ല പറയുന്നത്. സന്യാസിമാരുണ്ട്, പങ്കെടുക്കാൻ സന്യാസിമാരുണ്ട്. സന്യാസിമാർക്ക് വ്യവസ്ഥയുണ്ട്, അവർക്ക് ജീവിതശൈലിയുണ്ട്, ഒക്കെയുണ്ട്, ധർമ്മവ്യവസ്ഥയുമുണ്ട്. അവരെ പങ്കെടുപ്പിച്ചിട്ടില്ല. കാരണം ഇലക്ഷൻ വരുമ്പോൾ വേണം, അത് കഴിഞ്ഞാൽ വേണ്ട. ഇത് തുറന്നു പറയുമ്പോൾ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ വിട്ടുനിർത്തലാണോ ഭിന്നിപ്പിക്കൽ, വിട്ടുനിർത്തിയത് സൂചിപ്പിക്കലാണോ ഭിന്നിപ്പിക്കൽ? പറയുന്നതാണ് ഭിന്നിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റമാണ്. അത് അടിച്ചൊതുക്കാനുള്ളതാണ്. അടിച്ചൊതുക്കുന്നതിൽ ഒതുങ്ങിപ്പോകുന്നതല്ല ഈ ധർമ്മത്തിന്റെ വീര്യത്വം. നിർഭയത സർവത്ര എന്നാണ്. വാവർ തീവ്രവാദിയാണെന്ന് പറയുമ്പോൾ സംഘടനാ ബലത്തിൽ പറയുന്ന നേരത്ത് അതിനെ ഒരു സന്യാസിക്ക് ഇത്രയും ആർജവമാകാം, അതാണ് ധീരത എന്ന് പറയുന്നുവെങ്കിൽ, ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ സ്വന്തം ധർമ്മത്തിന് വേണ്ടി 14 ദിവസം ജയിൽവാസം അനുഭവിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ നിയമപോരാട്ടം നടത്തി അതിനുവേണ്ടി ഒറ്റയ്ക്ക് പോരാടുന്ന നമ്മളൊക്കെ എന്ത് പറയണം? ഒരു സംഘടനയുടെയും പിൻബലമില്ല. അങ്ങനെയുള്ള നമ്മളൊക്കെ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് ഏതെങ്കിലും വാക്കുകൊണ്ടോ ഭീഷണി കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ സോഷ്യൽ മാധ്യമങ്ങളോ കൊണ്ടൊക്കെ ആരെങ്കിലും ഒതുക്കാന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരുടെ അധർമ്മപക്ഷത്തല്ല, 5 പേരോടൊപ്പം ഭഗവാന്റെ ധർമ്മപക്ഷത്താണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നീതി വേണം. ക്ഷേത്രങ്ങളൊക്കെ ബ്രാഹ്മണവൽക്കരിക്കല്ല വേണ്ടത്. അതാത് സമ്പ്രദായങ്ങളെ അതാത് സമ്പ്രദായത്തിൽ കൊണ്ടുനടക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ചിക്കൻ ബിരിയാണി വെച്ച് കഴിച്ചതിന് ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയ ചില ആളുകൾ. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കോഴി വെട്ടേണ്ട ആചാരം നിർത്തലാക്കിയതിന് ഇവിടെ ആരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നില്ല. എവിടേക്ക് ഏതൊക്കെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വേണം, ആടായിക്കാവ് വിഷാരിക്കാവ് തുടങ്ങിയ ക്ഷേത്രത്തിലൊക്കെ ആചാരം വേണോ, അവിടെ ഒരു ഹിന്ദു സംഘടനകൾക്കോ ഹിന്ദു നേതാക്കന്മാർക്കോ ഹൈന്ദവർക്കോ മിണ്ടാട്ടമില്ല. എന്നാൽ അവിടെ കോഴിയിറച്ചി തിന്നാൽ അവിടെ പ്രശ്നമാണ്. ആ ഹിന്ദുത്വം എങ്ങനെ ഹിന്ദു ആവും? ഹിന്ദു എന്ന് പറഞ്ഞാൽ ചണ്ടളവാപ്പ പറഞ്ഞത് പാൽപ്പായസം വെച്ചാൽ മതി തന്നെ പറഞ്ഞത്. അവിടെ കോഴിയിറച്ചി വെക്കാൻ പറയുന്നില്ല. ബ്രാഹ്മണാചാരങ്ങളുമായി പോകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. അത് മാറ്റണ്ട. പക്ഷെ ഇവരതല്ല, എല്ലാവരും ഇതാക്കണം എന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്തുകൊണ്ട് മറ്റുള്ളവർ ചേർത്ത് പിടിക്കുന്നില്ല? അവർക്ക് വേണ്ടി ഒരു വാക്ക് അങ്ങ് നമ്മളെ മുന്നിലിരിക്കുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ പറയണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പുരാണങ്ങൾ പറയുന്ന കഥ മാത്രമേ പറയുള്ളൂ. പുരാണത്തിൽ എവിടെയാണ് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ചരിത്രവും അവരെ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്? ഇല്ല. അവർ മതം മാറി പോകുന്നതിന് നമ്മൾ നിരന്തരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നമ്മൾ മനുഷ്യരായി അംഗീകരിച്ചിട്ടില്ല. ഇത് സ്പിരിച്വൽ വിഷയം അതാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ മാറ്റുമ്പോൾ ക്ഷേത്രത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ശബരിമല അയ്യപ്പൻ മാത്രമല്ല, ഇപ്പൊ എല്ലാ ക്ഷേത്രം ബാലുശ്ശേരി കോട്ടയിലടക്കം, ബാലുശ്ശേരി കോട്ട വേട്ടക്കര മകനാണെന്നാണ് പറയുന്നത്. വേട്ടക്കര മകൻ എന്ന് വേട്ടക്കര എന്ന് പറഞ്ഞാലും പച്ചയായി പറഞ്ഞ ഒരു കാട്ടിൽ വസിക്കുന്ന ഒരു അമ്പും വില്ലും പിടിച്ചൊരു മനുഷ്യനാണ്. അതും ബ്രാഹ്മണവൽക്കരിച്ചു. അവിടെയും പ്രശ്നങ്ങളാണ് സർവത്ര. ബ്രാഹ്മണർക്ക് വിധിച്ചിരിക്കുന്നത് എന്താ? അഗ്നൗനിഷ്ഠ വിപ്രാണ, അഗ്നിക്രിയകളാണ് ബ്രാഹ്മണ വർണ്ണത്തിൽ വിധിച്ചിരിക്കുന്നത്. അവര് യാഗം ചെയ്യേണ്ടവരാണ്. ഇല്ല വിഗ്രഹാരാധനയ്ക്ക് കടന്നു, ഒരു കുഴപ്പമില്ല. അവർക്ക് എല്ലാം ആ രീതിക്ക് മാറ്റുകയല്ല. അവർക്ക് പറ്റുന്നത് അവരത് ചെയ്യാം, മറ്റത് ആ രീതിക്ക് തുടരുകയാണ് വേണ്ടത്. അവർ ചെയ്തു എന്നല്ല നമ്മൾ വേണ്ടത്. ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് ചിലർ നേതൃത്വം കൊടുക്കുന്നു. അതിന് പേര് എന്നിട്ട് ഹിന്ദു ധർമ്മം, ഹിന്ദു ഐക്യം, അതൊക്കെ തെറ്റാണ്. അത് പരിഹരിക്കപ്പെടണം. അപ്പോൾ ആ പരിഹരിക്കപ്പെട്ടാൽ ക്ഷേത്രങ്ങളുടെ ഗുണമുണ്ടാവും. ക്ഷേത്രം അത് നല്ല രീതിയിൽ വരും. എല്ലാ ജനതയ്ക്കും അവരുടേതായ പുരോഹിതന്മാരും ആരാധന സമ്പ്രദായം ഉണ്ടാവും. എല്ലാവരും തുല്യരാകും. വിശ്വാസപരമായിട്ട് ഈക്വാലിറ്റി വരും. ഭരണഘടനാപരമായിട്ടും സമത്വം വരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വിവേചനങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനെന്താ വെച്ചാൽ നമ്മൾ വാവരെ കൊണ്ടുവരും, വാഭുരനാക്കും. ശബരിമല അത് വേണം, ഇത് വേണം. ശബരിമല യഥാർത്ഥ ആചാരം വേണമെന്ന് പറഞ്ഞില്ല. സ്ത്രീ പേർ യുവതികൾ പ്രവേശിക്കുന്നതിന് മാത്രമാണ് ആചാര സംരക്ഷണം എന്ന് പറഞ്ഞത്. യഥാർത്ഥ ആചാര സംരക്ഷകരാണെങ്കിൽ എന്ത് വേണം? അങ്ങനെ നേരത്തെ പറഞ്ഞ 36 ആടിൻ്റെ കാര്യവും നായരകുറുപ്പന്മാരുടെ കാര്യവും വെള്ളം കൂടി നടത്തേണ്ട നായരടി അല്ലെങ്കിൽ ഈഴവന്റെ കാര്യവും അവിടെ വെള്ളംകൂടി ആചാരമൊക്കെ ഉണ്ട്.
ഇത്തരം കാര്യങ്ങൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കണ്ടേ? വേണം. നമ്മൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിരിക്കണമെന്ന് അറിയില്ല. എന്താ പേര് സംസാരിക്കാത്ത? ആചാരം സംരക്ഷിക്കാറിനാൽ ഭയമാണ്. ഭയം മാത്രല്ല, ഭയക്കുന്നത് ആരെയാ? ഭയമൊന്നുമല്ല, അവർ ഉദ്ദേശിക്കുന്ന വ്യവസ്ഥ മാത്രം മതി. അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതായിരിക്കുന്ന സംവിധാനമാണ് ഹിന്ദു എന്ന് വരണം. ആദ്യം ഒരു വരട്ട് വെച്ചു, പിന്നെ അത് മായ്ക്കാൻ അവർക്ക് വയ്യ. സത്യം അറിയാനിട്ടല്ല, അവരിട്ട മാര അവരെന്നെ മായ്ക്കാൻ ഒരു വിഷമമായിട്ടാണ്. ഇത് ഭക്തർക്ക് തന്നെ വലിയൊരു വിഷയമാണ്. അതായത് അവര് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. ഭക്തർ കുറെ കാലങ്ങളായിട്ട് കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ, അവർക്ക് സത്യത്തിൽ ഇതിന്റെ ചരിത്രവും പുരാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ ഭക്തിയാണ്. എന്നാൽ അതിന് കുറെ കാലങ്ങളായിട്ട് ഉണ്ടായതാ. പണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ റാക്കും കഞ്ചാവും കൊണ്ടുവരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത്രേ. പിന്നെ അതുപോലെ തന്നെയാണ് മാംസം കഴിച്ച് കെട്ടുനിറ കഴിഞ്ഞ് മാംസം കഴിച്ചു പോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാം അങ്ങനെ വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പലർക്കും അറിയില്ല. കാരണം കറുപ്പസ്വാമിക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ റാക്കൊക്കെ വെച്ച് പൂജിക്കേണ്ടതുണ്ട്. അതിനകത്ത് കൊണ്ടുപോകുന്നേ, പൂജിക്കുന്നത് അവിടെ പൂജാരി അല്ല, ഈ പോകുന്ന അയ്യപ്പന്മാർ തന്നെയാണ്. എല്ലാം അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ തന്നെയാണ് പൂജിക്കേണ്ടത്. പൂജാരി അഭിഷേകം മാത്രമേ മറ്റവിടെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, ഒരു സ്റ്റോറുള്ളത്. ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നതാ. ഇതിപ്പോ എത്ര സ്വാമിമാർക്ക് അറിയാം? 41 ദിവസം 45 ദിവസമാണ് മണ്ഡലവ്രതം വേണ്ടത്, 30 ദിവസമെങ്കിലും മതി എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. എത്ര പേർക്ക് അറിയാൻ പറ്റും? സ്ത്രീകൾ അവിടെ അല്ലാത്ത സമയങ്ങളിൽ പോയിരുന്നു. കാരണം ആട് നോക്കാനും മറ്റുള്ളൊക്കെ മലയന്മാർ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് എത്ര ആൾക്കറിയാം? ഇതൊന്നും അറിയില്ല. സ്ത്രീകൾ മീൻസ് യുവതികൾ, ഇതൊന്നും അറിയില്ല. അപ്പൊ ഭക്തർ സത്യത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ, ഭക്തർ ഇപ്പൊ പലപ്പോഴും ഉണ്ട് ദേവസ്വം ബോർഡ് വിരിച്ചു വിടണം, ഭക്തരെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ. ആരാണ് ഭക്തർ എന്ന് പോലും നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ ഭക്തർ ആരാന്ന് അറിഞ്ഞാലല്ലേ ഭക്തരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ആരാ ഭക്തർ? നമുക്കറിയില്ല ആരാ ഭക്തർ. ഭക്തരാകുമ്പോൾ ഭക്തർ കേവലം ഭക്തരായാൽ പോരാ, ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലൂടെയാണ്. അല്ലെങ്കിൽ ഒരു ഭക്തരെ ഏൽപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ മോശക്കാര്, ഇപ്പൊ തന്നെ അബാക്കിൽ വരുന്ന പല പുരോഹിതന്മാരെയും സമൂഹങ്ങളാണ് മന്ത്രവാദിയും കൂടുതൽക്കാരായിട്ടാണ്. എന്നാൽ പ്രത്യേക വിഭാഗക്കാരെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യം പറഞ്ഞാൽ അത് ശ്രേഷ്ഠം മതിയാവും. മറ്റവന്റെ ആചാരം പറഞ്ഞാൽ ഭീകരൻ, അവരെന്തോ മറ്റെന്തോ പൂജ ചെയ്യും. എന്നാൽ അതേ ഡ്രസ്സിംഗ് കോഡും അതേ ശൈലിയുള്ള മറ്റൊരു സംവിധാനം പറഞ്ഞാൽ ശ്രേഷ്ഠവും. അതെങ്ങനെയാ? വസ്ത്രം കൊണ്ട് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. വസ്ത്രമല്ല രാഹുൽ, വസ്ത്രമല്ല അത്. വസ്ത്രം മാത്രമാണെങ്കിൽ ഒരേ വസ്ത്രത്തിനെ അങ്ങനെ തന്നെ കാണണം. അങ്ങനെയല്ല. നിങ്ങളിപ്പോ താടിയും ചെടിയും കെട്ടിയ ഒരാളെ ഈ കൗള സമ്പ്രദായമോ കുലാചാരമോ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മോശക്കാരായിട്ട് കാണും. എന്നാൽ ഇതേ ആളെന്നെ നിങ്ങൾ വേറൊരു വന്നിട്ട് അയാൾ ബ്രഹ്മം, വേദം, ഉപനിഷത്ത്, പുരാണങ്ങള്, ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാവും. ഇവിടെ വലിയ വിഷയമുണ്ട്. അതും ശ്രേഷ്ഠമാണ്, ഇതും ശ്രേഷ്ഠമാണെന്ന് നമ്മൾ പറയുന്നത്. മലയാളിക്കറിയാത്ത രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം, മലയാളിക്ക് എപ്പോഴും മലയാളി അടച്ചാക്ഷേപിക്കുന്നാൽ പോലും അറിയാൻ ശ്രമിക്കില്ല. അവരറിഞ്ഞതോടുകൂടി കണ്ണു പൊത്തും, ചെവിയും പൊത്തും, വായ ഒത്തില്ല, കയ്യും. ഇപ്പൊ സോഷ്യൽ മാധ്യമം കൈ ഒതുക്കില്ല. എന്താ തോന്നിച്ചാൽ എഴുതിയിടും, എന്താ തോന്നിച്ചാൽ പറയും. കാണും കേൾക്കൂല്ല. അറിയാത്തതിന് അന്വേഷിക്കണം. അറിവില്ല എന്ന് അറിയുന്നതാണ് അറിവ്. ഇതെന്താ പറയുന്നതെന്ന് കേൾക്കണം. അപ്പൊ നമ്മളെല്ലാം സംസാരിക്കും, എന്താണ് പറയുന്നത്, എവിടെയാണ് യാഥാർത്ഥ്യം, അങ്ങെന്താണ് ചോദിക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞതിലൊന്നും തന്നെ ഏതെങ്കിലും ഒരു വർണ്ണമോ ഒരു സമുദായമോ ഒരു ജനതയോ മോശം, ഒരു മതമോ ഒരു രാഷ്ട്രീയക്കാരോ മോശം എന്നല്ല പറഞ്ഞത്. എല്ലാം ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്നാ പറയുന്നത്. എല്ലാവർക്കും തുല്യതയുണ്ടെന്നാ പറഞ്ഞത്. തുല്യതയുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, സാമൂഹിക മണ്ഡലത്തിൽ അത് വ്യക്തമായി പ്രദർശിപ്പിക്കപ്പെടണമെന്നാ പറയുന്നത്. അതില്ല എന്നാ പറയുന്നത്. അതുണ്ടാവണം. അത് പറയുന്ന നേരത്ത് ശബ്ദത്തിൽ അപ്പോൾ തീക്ഷ്ണത കൂടും, ടോണിന്റെ വ്യത്യാസം ഉണ്ടായി. കാരണം അത്ര കണ്ട അനീതി കാണുന്നത് കൊണ്ടാണ്. നീതികേട് കണ്ടപ്പോഴൊക്കെ രാവണനായാലും ശരി, അല്ലെങ്കിൽ രാമനായാലും ശരി, കൃഷ്ണനായാലും ശരി, ആരായാലും അപ്പൊ ചിരിച്ചുകൊണ്ടൊന്നുമല്ല എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സഹസ്രനാമാദികളൊക്കെ ഉണ്ടാവുന്നത്. ഭാവം മാറുന്നത് കൊണ്ടാണ്. ഭാവം ഒന്ന് തന്നെയാണെങ്കിൽ സഹസ്രനാമം ഉണ്ടാവില്ല. അവിടെ ക്ഷേത്രം ദേവസ്വം ബോർഡിനല്ല ആർക്ക് വിട്ടുകൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ അവസാനം ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നതിലേക്കാണ് സംസാരത്ത്. ദേവസ്വം ബോർഡൊന്നും പിരിച്ചിടാൻ പറ്റില്ല. കാരണം ജനാധിപത്യ രാജ്യത്ത് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടാൽ ചണ്ടാളബാബയെ പോലുള്ളവരൊക്കെ അതിന് പുറത്തു പോകും. നിലവിൽ ജനാധിപത്യ മര്യാദ ഭരണഘടനാപരമായിട്ടാണ് ചണ്ടാളബാബയൊക്കെ ഈ രാജ്യത്ത് തന്ത്രിയോ ആചാര്യനൊക്കെ ആയിട്ടിരിക്കുന്നത്. ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഈ ആചാരങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ ഭീകരരും എന്താ പറയാ മന്ത്രവാദിയും കൂടത്രക്കാരെന്നാണ് ചിത്രീകരിക്കപ്പെടുന്നില്ലേ? അതെ, അഭിചാരക്രിയകൾ. അപ്പൊ പിന്നെ ഈ ദേവസ്വം ബോർഡ് ഭരണഘടന ഇല്ലെങ്കിൽ, ഈ ജനാധിപത്യ സംവിധാനങ്ങളില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ആര് പരിഗണിക്കാൻ? ഇതേ സംവിധാനം ഇപ്പൊ നമ്മള് കറുപ്പെടുത്തിരുന്നപ്പോ മോശക്കാരൻ, അത് നേരെ ചന്ദന കളർ കൊണ്ടുകൊടുത്തിരുന്ന ശ്രേഷ്ഠൻ. ഈ ഭാവം ചിന്തിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഇതൊക്കെ പോയി എങ്ങനെ ഉണ്ടായിരിക്കും? അതുകൊണ്ട് ആരും അടച്ചാക്ഷേപിക്കേണ്ട. ഇത് വേണം. സന്യാസിമാർക്ക് പോലും മാറ്റം വരണം. കാരണം അവർ പോലും ഒരു ജനതയെ ഭ്രഷ്ട് കൽപ്പിച്ചു.